ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറിയ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഇത് കുറ്റാലത്ത് പോകുന്ന കുറച്ച് വിശേഷങ്ങളടങ്ങിയ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ കുറ്റാലത്ത് പോയ സമയത്ത് തന്നെയാണ് നമ്മൾ സുന്ദരപാണ്ഡ്യപുരം സൺഫ്ലവർ ഗാർഡൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ സ്വീകാര്യതയൊന്നും കിട്ടിയിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ ട്രാവലിംഗ് വ്ളോഗ് ഇടുമ്പോഴൊക്കെ അട്ടാർ ഫ്ലോപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഓരോരുത്തർ പറയുന്ന പോലെ ഇങ്ങനെ ഈ വർണ്ണിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗുകൾ മൊത്തവും ട്രാവലിംഗ് വ്ളോഗ് മൊത്തവും ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതും അതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എപ്പോഴായിരുന്നാലും നമുക്ക് എത്തിച്ച് കാണാമല്ലോ. പിന്നെ ഇത് പോയ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ബാലരാമപുരം കാട്ടാക്കട റോഡുണ്ട്. കാട്ടാക്കട റോഡ് വഴി നേരെ നെടുമങ്ങാട് ടച്ച് ചെയ്ത് നെടുമങ്ങാട് നിന്ന് നേരെ നമ്മളെ വിതുരയിൽ നിന്ന് നേരൊക്കെ പോയത് തെന്മല ടച്ച് ചെയ്ത് നേരെ പോയത് തെങ്കാശി വഴിയാണ് നേരെ നമ്മൾ പോയത് കുറ്റാലം. അപ്പോൾ കുറ്റാലം നല്ല ഭംഗി, ഈ റൂട്ട് കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നല്ല ഇഷ്ടമാണ്. കാരണം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. തെന്മലയൊക്കെ റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. വിതുരയും തെന്മലയൊക്കെ റൂട്ട് നല്ല ഒരുപാട് ചെടികളാണ്. ഈ ചെടി സ്നേഹികളൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടങ്ങ് നിയന്ത്രിച്ച് പോകണം കേട്ടോ. ചില ആൾക്കാരൊക്കെ നിർത്തി കൊടുക്കും. എൻ്റെ ഭർത്താവ് നിർത്തി തരില്ല, അദ്ദേഹത്തിന് നാണക്കേടായതുകൊണ്ട് വണ്ടി നിർത്തി തരില്ല കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ ആളൊന്നും ഒട്ടും ഇല്ലയെന്ന് തോന്നിയാൽ മാത്രം വണ്ടി നിർത്തി എനിക്ക് പറിച്ച് തരും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പറിച്ചും തരില്ല. 1-2 ചെടികൾ എന്തൊക്കെയോ എനിക്ക് അങ്ങനെ ചെയ്ത് പറിച്ച് തന്നിട്ടുള്ളൂ. അല്ലാത്തതൊന്നും പറിച്ച് തരാറില്ല കേട്ടോ. പറയുന്ന നാണക്കേടാണെന്ന് പറയും. പക്ഷേ ഇതൊക്കെ എത്ര പൈസ കൊടുത്തായിരുന്നാലും എനിക്ക് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വഴക്ക് പറഞ്ഞതാണ്. നല്ലൊരു ചെടിയാണ്, ഡ്രസ്സീനിയുടെ നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ചെടികളാണ്. അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് ഒരു ചായക്കട കണ്ടു. നല്ല കൊള്ളാം കേട്ടോ. നല്ല ചായയും സുഖിയനും പിന്നെ ഉഴുന്നുവട അതാണ് വാങ്ങി കഴിച്ചത് കേട്ടോ. കൊള്ളാം. വഴിയിൽ ഉടനീളം നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഫാമിലിയോടെ നമ്മളൊരു യാത്ര പോകുമ്പോൾ മെയിനായിട്ടും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വരുന്നവരുടെയും കൂടെ കയ്യിലാണിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ വരുന്നവർ നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്കും യാത്രകളും അത്രയും സന്തോഷമായിട്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് യാത്ര അത്രയും സന്തോഷമുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ തെന്മല ഡാമാണ് കണ്ടത്. അവിടെ നമ്മൾ ഇറങ്ങി ഒന്ന് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പോയില്ല. പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം നമ്മൾ ചെയ്ത് കൊണ്ടുപോയത്. ഭക്ഷണം കൊണ്ടുപോയതിന് വഴിയിൽ വെച്ച് ആദ്യം രാവിലെ കാപ്പി തന്നെ കഴിച്ചു. തെന്മല കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് വന്നിട്ടാണ് കഴിച്ചതെന്ന് വെച്ചാൽ തെന്മലയുടെ അവിടെയൊക്കെ ഒത്തിരി കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഇവിടെ വന്നിരുന്നാലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കുരങ്ങന്മാരെല്ലാം ഉണ്ടോ എന്ന് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കുള്ളതും ഞാൻ കൊണ്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഭക്ഷണം മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെയാണ് പോകുന്ന വഴിക്കാണ് റോസ് മല കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം നിന്നോട്ട്. അതിന് റോസ് മലയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ താഴെയായിട്ടൊരു ചെറിയൊരു നീർച്ചാഴ് പോകുന്നുണ്ട്. അവിടെ മുഴുവനും ഒരുപാട് മീനാണ് കേട്ടോ. നല്ല പല നിറത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. അവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കൊള്ളായിരുന്നു. നല്ല തണുത്ത വെള്ളമാണേ. അവിടെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ 1200 രൂപയാണ്. അപ്പം നമ്മൾ 4 പേര് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിച്ച് പകുതി വരെ ഒരു ഏകദേശം ഒരു ദൂരം വരെ പോയപ്പോഴേക്കും റോഡ് വളരെ മോശം കേട്ടോ. നമ്മുടെ കാറും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാറ് പിന്നെ പണിപ്പുരയിൽ കയറ്റേണ്ടി അത്രയ്ക്ക് നല്ല രീതിയിൽ അവിടെ പണിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി കേട്ടോ, പോയില്ല. അപ്പോൾ റോസ് മലയ്ക്കെന്നും പറഞ്ഞ് നമുക്ക് പ്രത്യേകം ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവിടെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ കുറ്റാലത്തെത്തുമ്പോൾ ഈ വഴിയിലൊക്കെ ഈ നൊങ്ക് പിന്നെ അക്കാനി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴുത്ത നൊങ്കിനെ
ഇതുപോലെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ ഉറയൊക്കെ ഇട്ട് തന്നെയാണ് കേട്ടോ അവർ ഇതുപോലെ പനയുടെ ഓലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊന്ന് വാങ്ങിയായിരുന്നു. 30 50 ഒരു പിടിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ മണം കൊണ്ടാണ് വാങ്ങിയത്. വായിൽ വെച്ചപ്പോൾ മധുരമുണ്ട്, പക്ഷെ ഭയങ്കര കയ്പ്പ്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ 2 3 കുരങ്ങന്മാരുണ്ട് കേട്ടോ, അവർക്കതങ്ങ് കൊടുത്തു. അപ്പം നമ്മൾ ഇറങ്ങിയത് പുതിയ കുറ്റാലത്താണ് കേട്ടോ. പുതിയ കുറ്റാലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചിപ്സൊക്കെ ഇട്ട് വയ്ക്കുന്നത്, നല്ല വെളിച്ചെണ്ണയുടെ മണം. പിന്നെ അവിടെ നിന്ന് ഒരു 1/2 കിലോയിൽ കൂടുതൽ വാങ്ങിയായിരുന്നു. അത് നമ്മൾ കാറിനകത്ത് തന്നെ മക്കളൊന്നും കഴിച്ച് തീർത്തു. ഇഷ്ടപ്പെട്ടല്ലേ? വീട്ടിൽ കൊണ്ടുവരാനൊന്നും കിട്ടിയെന്നില്ല. വണ്ടിയിലിരിക്കുമ്പോൾ ഇതുപോലെയുള്ളതൊക്കെയല്ലേ കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ യാത്രയെ ആസ്വദിച്ച് ഇതും കഴിച്ചിരുന്ന് പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ കുറ്റാലത്തിലുള്ളതാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ആണും പെണ്ണും എല്ലാം 2 കമ്പികളിട്ട് അവരിങ്ങനെ ഇടയ്ക്ക് കുറുക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ആണുങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് നാണക്കേടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ മോളും കുളിക്കാൻ ഇറങ്ങിയില്ല. ഇക്കായും മോനുമാണ് പോയത് കേട്ടോ. പിന്നെ കുറച്ച് കാര്യം എനിക്ക് ഡേഞ്ചറായിട്ട് തോന്നിയത് കുരങ്ങന്മാരിതാണ് കേട്ടോ. ഒരുപാട് ഒരു സ്ത്രീയുടെ സാരിയൊക്കെ കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ അലുവ നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ പേരെന്തോ പറയാം, പക്ഷെ തേങ്ങാപ്പാലിൽ ചെയ്ത അലുവയാണ്. പിന്നെ ഇത് എന്താണ്, പാൽഗോവയും വാങ്ങിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിരിക്കുന്ന പാവയ്ക്ക ഫ്രൈ ആണേ, അത് ഭയങ്കര കയ്പ്പ്. ഇത് ആട്ടുംകാലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു സാധനമാണ് കേട്ടോ. അതൊക്കെ അവിടെ ചീപ്പായിട്ട് വിൽക്കാൻ ഉണ്ട്. ഒരുപാട് കടകളുണ്ട് ഇതുപോലെ ഈ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. സുഗന്ധ വ്യഞ്ജനങ്ങൾ കുറച്ച് വാങ്ങിയായിരുന്നു. നല്ല മണമാണ്. അവർ പറഞ്ഞു ഈ പട്ട പോലെ ഇരിക്കും കേട്ടോ, കണ്ടാൽ പട്ട പോലെ ഇരിക്കും. പക്ഷെ അവർ പറഞ്ഞു എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണം അതിൻ്റെ ഈ ഒന്നിട്ടാൽ മതി, ആ പട്ടയിൽ നിന്നും ഒന്നിട്ടാൽ മതി, നല്ല മണമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. കൊള്ളാം. പിന്നെ ഇതെന്തോ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കല്ലാണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരുപാട് മസാല, കസ്കസ്, ഉലുവ, ജീരകം, പെരുംജീരകം, പിന്നെ തക്കോലം, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ എന്തൊക്കെ വേണോ എന്തോ എല്ലാം, അയമോദകം തൊട്ട് വയണയില എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയതാണ് ആ കുട്ടയിൽ കിടക്കുന്നത് കേട്ടോ. കസ്തൂരി മേത്തിയും പിന്നെ അതുപോലെ തന്നെ അമ്മൂമ്മ പറഞ്ഞ ഒരു പട്ടയാണ്. അത് എല്ലാ സുഗന്ധദ്രവ്യങ്ങളുടെയും മണം ആ ഒരു പട്ടയിലുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പട്ടയുടെ മണമേ അല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല, എല്ലാവരും പറഞ്ഞു അത് കൊള്ളാം. അവിടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് അത് വാങ്ങി. ഇത് ഇരിക്കുന്നതിൽ മരുന്ന് നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ തേക്കാം. ഇതാണ് മധുരം കൊല്ലി പോലെയുള്ള ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന അമ്മമ്മ എന്നെ പറഞ്ഞതാണ്, ഇത് ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇല ഇക്കാടെ കയ്യിൽ കൊടുത്തിട്ട്, പാൽപ്പേടയാണ് കയ്യിൽ, നമ്മൾ നേരത്തെ വാങ്ങിയില്ലേ പാൽപ്പേട കഴിച്ച് നോക്കുമ്പം മധുരമേ ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു തരികയാണ് കേട്ടോ, ഇതിൻ്റെ മധുരത്തിന്, നമ്മുടെ ശരീരത്തിലുള്ള മധുരത്തിന് ഇത് കുറയ്ക്കും, ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ മോനും എന്ത് ചെയ്യുന്നറിയും, ആവേശത്തിൽ അവരും ഒരു 2 ഇല എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് അവൻ പിന്നെ പാൽപ്പേട കഴിച്ചപ്പോൾ മധുരമില്ല. ഏകദേശം 5 6 മണിക്കൂറോളം ഈ കടം വായിൽ എന്തെല്ലാം മധുരമുള്ളത് കഴിച്ചിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. മധുരമേ വരുന്നില്ല. ചായ കുടിച്ച് നോക്കിയിട്ടും മധുരമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് വായൊക്കെ കുപ്പിളിച്ച് ഏകദേശം 5 6 മണിക്കൂറായപ്പോഴാണ് കുറച്ചെങ്കിലും മധുരം ആൾക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോഴും ഇതിൽ പറയുന്നത് ഉലുവയും ഇതിൻ്റെ ഇലയും കുറച്ചും കൂടെ ഇട്ട് പൊടിച്ച് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറും കുറയും, അൾസറിന് നല്ലതെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളൊരു കവർ വാങ്ങി. ഒരു കവറിന് 200 രൂപയാണ് കേട്ടോ. അങ്ങനെ അവിടെ തന്നെയുള്ള കുറച്ച് ഫാൻസി ഐറ്റങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്. അവിടെ ഇറങ്ങി മോക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മക്കൾക്കും 2 ജോഡി വള വീതം വാങ്ങി. വേറെ ഒന്നും ഞാൻ വാങ്ങാൻ നിന്നില്ല കേട്ടോ. നമുക്ക് സാധാരണ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന അതേ വില തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് വിലക്കുറവോ
അങ്ങനെയൊന്നുമില്ല. 10 രൂപ കടയെന്നും പറഞ്ഞിട്ടിരിക്കും കേട്ടോ. കയറി പോകുമ്പോൾ അവിടെ കിടക്കുന്നതെല്ലാം വില കൂടിയെന്നല്ല, നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന അതേ വിലയ്ക്കുള്ള സാധനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ വില കുറവെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ മോനെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങി നേരെ നമ്മൾ പോയത് സൂര്യകാന്തി പാടത്താണ് കേട്ടോ, സുന്ദരപാണ്ഡ്യപുരം. അവിടെ പോയിട്ടാണ് നേരെ ഒരു പള്ളിയിൽ പോയത് കേട്ടോ. പൊട്ടൽ പുത്തൂർ പള്ളി. അത് 725 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. മുഹീദ്ദീൻ ഷേഖ് തങ്ങളിവിടെ കാലുകുത്തിയ നമസ്കരിച്ച സ്ഥലം എന്നാണ്, പള്ളി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ പോയി അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടാണ്, അവിടെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം, ചന്ദ്രനെ പൂർണ്ണമായിട്ടും റെഡ് കളറിൽ കാണുന്നതുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ ടെറസിൽ നിന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയോട് കൂടി നമ്മുടെ ട്രാവലിംഗ് വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാനറ്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.